ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രാർത്ഥനകളിൽ വാഗ്ദത്ത വചനങ്ങളെ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിവേഗം പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകും. എങ്ങനെയാണ് വാഗ്ദത്ത വചനങ്ങളെ ഉരുവിട്ടുകൊണ്ട് പ്രതിസന്ധികളിൽ ഒരു മറുപടിയില്ലാതെ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടെന്ന്? അതിനൊന്നാമതായി ഒരു വാഗ്ദത്ത വചനം കണ്ടെത്തണം. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? അത് പിന്നാലെ ഞാൻ പറയാം. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു തിരുവചന സന്ദേശത്തിലൂടെ വേദപുസ്തകത്തിലെ 5 ദൈവഭക്തന്മാരുടെ പ്രാർത്ഥനകൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അത് നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ചൊന്ന് പഠിച്ച് അവരൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ എങ്ങനെയുള്ളതായിരുന്നു, ആ വാഗ്ദത്ത വചനങ്ങളെ അവരൊക്കെ ചേർത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ പ്രാർത്ഥനകളെ അംഗീകരിക്കുകയും ആ പ്രാർത്ഥനകൾക്ക് വളരെ വേഗത്തിൽ മറുപടി കൊടുക്കുകയും ചെയ്തു. യാക്കോബ്, മോശ, ദാവീദ്, ശലോമോൻ, അപ്പോസ്തലനായ പൗലോസ്, ഈ 5 പേരുടെ പ്രാർത്ഥനകൾ നമ്മളൊന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഈ പ്രാർത്ഥനകൾ ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവരൊന്നും പരസ്പരം കണ്ടിട്ടില്ലാത്തവരാണെങ്കിലും പല കാലഘട്ടങ്ങളിൽ ജീവിച്ചവരായ ആളുകളാണ്. പക്ഷേ അവരുടെ എല്ലാം പ്രാർത്ഥനകളിൽ ഒരു സമാനതയുണ്ടായിരുന്നു. വെറുതെ പോയി ദൈവസന്നിധിയിൽ അവരുടെ പ്രശ്നങ്ങൾ അവരങ്ങ് അവതരിപ്പിക്കുകയല്ലായിരുന്നു. വലിയ പ്രശ്നങ്ങളുടെ മുമ്പിലും സാഹചര്യങ്ങളുടെ മുമ്പിലും ഒക്കെ നിന്നുകൊണ്ടാണ് അവരൊക്കെ പ്രാർത്ഥിച്ചത്. അപ്പം അവർ വെറുതെ പോയി ദൈവമേ എന്നെ രക്ഷിക്കണേ, എൻ്റെ പ്രശ്നത്തിനൊരു മറുപടി തരണേ, ഞാൻ ഉത്തരവില്ലാതെ വിഷമിക്കുകയാണ്, ഞാൻ കാത്തിരുന്ന് ഞാൻ മടുത്തു, എന്നെ ഒന്ന് സഹായിക്കണേ, എൻ്റെ മുമ്പിൽ ഒരു വഴിയില്ല എന്നൊന്നും പറഞ്ഞ് വെറുതെ ദൈവം മുമ്പിൽ പോയി അവരൊന്നും പ്രാർത്ഥിക്കുകയല്ല. അവരുടെയൊക്കെ പ്രാർത്ഥനകളിൽ ദൈവം അവരോട് മുൻകാലങ്ങളിൽ അരുളി ചെയ്തത് അവരുടെ പ്രാർത്ഥനയ്ക്കിടയിലേക്കൊന്ന് കയറ്റി, അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തെ ദൈവമുമ്പിലേക്ക്, ദൈവം അരുളി ചെയ്തതിനെ തിരിച്ച് തമ്പുരാൻ്റെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് അവരൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഉടനടി മറുപടി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ പറയുന്നത്, ദൈവത്തിൻ്റെ വചനത്തെ ദൈവമുമ്പിലേക്ക് നിരത്തി വെച്ചുകൊണ്ട് ദൈവം മുമ്പിൽ പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നും ദൈവം നിഷേധിച്ചിട്ടില്ല. കാരണം ദൈവത്തെ മാനിക്കുകയാണ്, അംഗീകരിക്കുകയാണ്. 2, വചനം പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടാമത്തേത് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ അവിടെ പ്രഖ്യാപിക്കുകയാണ്. ഈ തിരുവചന സന്ദേശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാഗ്ദത്ത വചനങ്ങളെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. എങ്ങനെയാണ് കണ്ടെത്താനായിട്ട് പറ്റുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഒരു ദൈവവചന ധ്യാനത്തിന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരു ചെറിയ നോട്ട്ബുക്കോ ഒരു പേനയോ ഒക്കെ കയ്യിൽ കരുതി ദൈവവചനം ധ്യാനിച്ചുകൊണ്ട് ദൈവം മുമ്പാകെ ഇരിക്കുക. അങ്ങനെ ആ ഒരു ധ്യാനത്തിങ്കൽ തീകത്തി എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളിങ്ങനെ ധ്യാനിച്ച് മുൻപോട്ട് പോകുമ്പോൾ ചില ഭാഗങ്ങൾ നമ്മുടെ ആത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങും. ഭയങ്കരമായിട്ട് ദൈവവചനം ഇടപെടാൻ തുടങ്ങും. അത് വചനത്തിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. അപ്പം അത് നമ്മളോട് ഇടപെടാനായിട്ട് തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ച് വെക്കുക. ചിലരോട് സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ഒക്കെ ആയിരിക്കാം സംസാരിക്കുന്നത് ദൈവം, അത് നോട്ട് ചെയ്ത് വെക്കുക. മറ്റു ചിലരോട് അഭിഷിക്തന്മാരായ അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ, ദൈവദാസന്മാരിലൂടെ, ദൈവകൃപയുള്ള ദൈവദാസന്മാരിലൂടെയൊക്കെ ദൈവം സംസാരിച്ചിട്ടുണ്ടാകാം. എന്തായാലും ഈ വാഗ്ദത്തങ്ങൾ പ്രാർത്ഥിക്കുന്നവന് ദൈവം കൊടുക്കും. നമുക്കൊക്കെ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? ഈ വാഗ്ദത്തങ്ങളൊക്കെ അല്ലേ നമ്മളെ നിലനിർത്തിയിട്ടുള്ളത്. ഞാൻ എല്ലാ വീഡിയോയിലും എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നവർ ചിന്തിക്കും ഇദ്ദേഹത്തിന് ഇത് മാത്രമേ പറയാനുള്ളൂ എന്നുള്ളത്. പക്ഷേ ആരോടെങ്കിലുമൊക്കെ ദൈവാത്മാവ് ഒന്ന് ഇടപെടട്ടെ. 2013 ഭയങ്കരമായ നിരാശയിൽ ബൈബിൾ കോളേജിലെ പഠനമൊക്കെ കഴിഞ്ഞു വന്ന് ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റാതെ, ഒരു കല്യാണം കഴിക്കാനാണെങ്കിൽ പോലും വീട്ടിൽ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇല്ലാതെ, ഒരു നല്ല ബാത്റൂം ഇല്ലാതെ എന്തായി തീരുമെന്ന് കരുതി ഇതെല്ലാം വിട്ടിട്ട് പോകാൻ തുടങ്ങിയ ഒരാളാണ് ഞാൻ. പക്ഷേ ആഴ്ചകൾ ഞാൻ ഇന്ന് ശുശ്രൂഷിക്കുന്ന സഭയുടെ ഹോളിൽ രാത്രിയിൽ 8 മണിക്കോ 9 മണിക്കോ ഒക്കെ വന്ന് പായും തലകണയുമായിട്ട് ഇവിടെ കിടന്ന് 12 മണി 1 മണി വരെ കരഞ്ഞ് പലതവണ ദൈവത്തോട് പിറുപിറുത്തെന്ന് തന്നെ അങ്ങ് പറയുക കേട്ടോ. വേദനകളുടെ ആധിക്യത്തിൽ പിറുപിറുത്ത് സങ്കടപ്പെട്ട് ഞാൻ എന്താ അപ്പാ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് എത്രയോ ദിനരാത്രങ്ങൾ മുമ്പിലൊന്നുമില്ലാതെ ഞാൻ കിടന്നുറങ്ങിയ രാത്രികളുണ്ട്. ചിലപ്പോഴൊക്കെ കരഞ്ഞുറങ്ങിപ്പോയിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ ഉറുക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എന്നോട് ദർശനത്തിൽ ദൈവം തന്നൊരു വാക്യമുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല.
ആ വാക്യം എന്നെ ധൈര്യപ്പെടുത്തി. എൻ്റെ വിവാഹം കഴിഞ്ഞു, ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് ദൈവം നടത്തി. ഇന്നും സങ്കടങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ ഈ വാക്യം എടുത്തു വെച്ച് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ആ വാഗ്ദത്ത വാക്യങ്ങളെ ചേർത്ത് വെക്കാറുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് അവിടുന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ദൈവമേ എന്ന് ദൈവത്തെ ഒന്നുകൂടെ ദൈവം മുമ്പിൽ ഓർപ്പിക്കുമ്പോൾ ദൈവം ഒരിക്കലും തള്ളിയിട്ടില്ല. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി ആ വിഷയത്തിന് മറുപടി കണ്ടിട്ടുമുണ്ട്. അപ്പോൾ പ്രിയരെ, സ്നേഹത്തോടെ ഞാൻ പറയാം, വാഗ്ദത്ത വചനങ്ങളെ ചേർത്ത് വെച്ച് ദൈവം മുമ്പാകെ അങ്ങോട്ട് ചെന്ന് കയറി വെറുതെ അങ്ങ് പ്രാർത്ഥിക്കിയാൽ, ചിലരൊക്കെ വെറുതെ പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ വെറുതെയുള്ള ഒരു പ്രാർത്ഥനയല്ല, വളരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവവചനം ധ്യാനിച്ചിട്ടാണ് ഈ ഒരു സന്ദേശം നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ് ദൈവാത്മാവ് ഈ വചനത്തിലൂടെ അനേകരുടെ ഹൃദയത്തിൽ വ്യത്യാസമുണ്ടാക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ തന്നെ ഇത് മാറ്റും. നമ്മൾ മുഖവുരയിൽ പറഞ്ഞതുപോലെ 5 ദൈവഭക്തന്മാരുടെ പ്രാർത്ഥനകളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചിന്തിക്കാനായിട്ട് പോകുന്നത്. വളരെ വേഗത്തിൽ പോകാം. ഒന്നാമത്തെ പ്രാർത്ഥന സുപരിചിതമായ ഈ യാക്കോബിൻ്റെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലാണ്. ഇതിനു മുമ്പ് ഒരിക്കൽ ഞാൻ ഈ പ്രാർത്ഥനയിൽ ഒന്ന് തൊട്ടുപോയിട്ടുണ്ട്. പോരാട്ട പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പേരിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ വീഡിയോയിൽ ഈ പ്രാർത്ഥനയല്ല നമ്മൾ പറഞ്ഞത്, രണ്ടാമത് ദൈവദൂതനുമായി ഈ രാത്രി മുഴുവനുമുള്ള ഒരു മൽപ്പിടുത്തം. ആ മൽപ്പിടുത്തമാണ് നമ്മളന്ന് പറഞ്ഞത്. പക്ഷെ ഇന്ന് നമ്മൾ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലെ പ്രാർത്ഥന നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പ്രശ്നം എന്താണെന്ന് നമുക്കറിയാം. 400-ലധികം ആളുകളുമായി ഏശാവ് കൊല്ലാൻ വരുന്നു എന്നുള്ള വാർത്ത കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അമ്മായിയപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയും തിരിച്ചു സ്വന്തം നാട്ടിലേക്ക് പോകാൻ ദൈവം പറയുകയും ചെയ്തു. ഇതാണ് പശ്ചാത്തലം, മനസ്സിലാക്കുക. നാട്ടിലോട്ട് പോകാൻ ദൈവം പറഞ്ഞു, അമ്മായിയപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു. എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല, എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തീരുമെന്ന് ചിന്തിച്ച സമയത്ത് ഒരു പ്രാർത്ഥന ദൈവം മുമ്പിൽ അങ്ങ് പ്രാർത്ഥിച്ചു. വെറുതെ പ്രാർത്ഥിക്കുകയല്ല, അതാണ് ഞാൻ പറഞ്ഞത്, വെറുതെ പ്രാർത്ഥിക്കല്ല. ആ പ്രാർത്ഥനാ വാചകങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ദൈവവും എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായുള്ളവേ, ദൈവത്തെ അഡ്രസ്സ് ചെയ്യുന്ന പോലും ഒന്ന് ശ്രദ്ധിക്കണം. എൻ്റെ ദൈവമേ എന്ന് മാത്രമല്ല, എൻ്റെ അപ്പന്മാരുടെ കാലത്ത് പോലും അവിടുന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് ഇല്ലേ, അത് അംഗീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചിട്ട് പ്രശ്നത്തെ നേരിട്ട് ദൈവസന്നിധിയിൽ അവതരിപ്പിക്കുകയല്ല. എന്താ പറയുന്നതെന്നറിയാമോ? എൻ്റെ ചാർച്ചക്കാരുടെ അരികിലേക്ക് മടങ്ങിപ്പോകണമെന്നും ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്നും നീ എന്നോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് ആ പ്രാർത്ഥന. അപ്പോൾ ദൈവം പറഞ്ഞതിനെ ആ പ്രാർത്ഥനയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനോഹരമായ നൂലുകൾ ഇഴചേർത്ത് തുന്നി ഒരു തുണി നെയ്തെടുക്കുന്നത് പോലെയൊക്കെയാണ് ഈ ദൈവഭക്തന്മാർ അന്നത്തെ കാലത്ത് പ്രാർത്ഥിച്ചത്. കണ്ടോ? നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിക്കുക, ധ്യാനിക്കുക. 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ വാക്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് പഠിക്കാനുണ്ട്. നീ എന്നോട് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോഴോ നോക്കിക്കേ, ഏശാവ് എന്നെ കൊല്ലാൻ, കുഞ്ഞുങ്ങളെ തള്ളയോടുകൂടി കൊല്ലുവാൻ വന്നിരിക്കുന്നു. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് നീ എന്നോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അവിടുന്ന് എന്നോട് പറഞ്ഞാന്നല്ലോ, അതുകൊണ്ടാണല്ലോ ഞാനിവിടെ വന്നത്. അല്ലെ ഞാൻ പെട്ടുപോയല്ലോ, ഞാനിനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലെന്നൊന്നുമല്ല. അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾ തെറ്റാണെന്നല്ല പറഞ്ഞത്. പക്ഷേ ആ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവം പറഞ്ഞതിനെ എടുത്ത് ഉരുവിട്ടുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്കകത്ത് ചേർത്ത് ദൈവമുമ്പിലേക്ക് അങ്ങ് കൊടുക്കുക. അതാ ഞാൻ പറഞ്ഞത്, ആരംഭകാലങ്ങളിൽ ദൈവഭക്തന്മാർക്ക് അറിയാമായിരുന്നു എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. കാരണം അവർക്കറിയാം ദൈവം പറഞ്ഞ വാക്കുകളെ തിരിച്ച് ദൈവം മുമ്പിലേക്ക് വെച്ചു കൊടുത്താൽ ദൈവത്തിന് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളാണ്. അതാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ളതിനെ എടുത്തു വെച്ച് ദൈവം മുമ്പിലേക്ക് നിരത്തി വെക്കുക. ഇതാണ് ആ പ്രാർത്ഥന. അപ്പം അങ്ങനെ ദൈവം മുമ്പിൽ ഒന്നല്ല 2 തവണയാണ് പറയുന്നത്. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് അവിടുന്ന് എന്നോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, അരുളി ചെയ്തല്ലോ. അവിടുന്ന് പറഞ്ഞിട്ടല്ലേ ഞാനിവിടോട്ട് വന്നത്. ഇപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായി ആ പ്രാർത്ഥന
ദൈവസന്നിധിയിൽ അവതരിപ്പിക്കുന്ന ആ ഒരു അവതരണ രീതി, അവതരണ ശൈലി നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഞാനതാണ് പറഞ്ഞത്, വെറുതെ അങ്ങ് കയറി പ്രാർത്ഥിക്കുകയല്ല. ചുമ്മാ വാക്കുകൾ ദൈവസന്നിധിയിൽ അയ്യോ കഷ്ടമായി പോയി, ഇങ്ങനെയൊക്കെ പെട്ടുപോയല്ലോ ദൈവമേ, സംഭവിച്ചല്ലോ ദൈവമേ എന്നൊന്നും പറയുകയല്ല. ദൈവത്തിൻ്റെ വാക്കുകളെ ചേർത്ത് വെച്ചുകൊണ്ട് മനോഹരമായി ആ പ്രാർത്ഥന നെയ്തെടുത്ത് ദൈവമുമ്പിൽ അവതരിപ്പിക്കുന്ന മനോഹരമായ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് അനന്തരമായി സംഭവിച്ചത് എന്താണ്? അത് കഴിയുമ്പോൾ കുറച്ച് രാത്രിയുടെ ചില മണിക്കൂറുകൾ ദൈവദൂതനുമായിട്ടൊക്കെ മൽപ്പിടുത്തം നടത്തി പേര് മാറി ഇസ്രായേൽ എന്നുള്ള പേര് സ്വീകരിച്ച് മുൻപോട്ട് പോകുമ്പോൾ കടന്നു വന്ന പ്രതിസന്ധികൾ തൻ്റെ മുമ്പിൽ ഒന്നുമില്ലാതായി തീരുന്ന ഒരു കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത്. നിങ്ങൾക്ക് ആ ഭാഗം ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒന്നാമത്തേത്. രണ്ടാമത്തെ പ്രാർത്ഥന ദൈവപുരുഷനായ ദൈവഭക്തനായ മോശയുടെ പ്രാർത്ഥനയാണ്. അദ്ദേഹവും ഒരു വലിയ പ്രതിസന്ധിക്കകത്ത് നിലനിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം ഇരിക്കുകയാണ്. അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ പെട്ടുപോയി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പെട്ടുപോയി. അതായത് 30 ലക്ഷത്തോളം വരുന്ന ആളുകളുമായിട്ട് അദ്ദേഹം ഇറങ്ങി, ദൈവം പറഞ്ഞത് കേട്ട് ഇറങ്ങിയത്. പക്ഷേ ഈ ജനം അനുസരണക്കേടുകളിലേക്കും വിഗ്രഹാരാധനയിലേക്കും ഒക്കെ പോയപ്പോൾ ദൈവം പറഞ്ഞ് ഞാൻ ഇനി കൂടെ നടക്കത്തില്ല, എൻ്റെ ദൂതനെ ഞാൻ വിട്ടേക്കാം. അപ്പോൾ ദൈവം കൂടെ ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ ഭീകരമാണെന്ന് മോശയ്ക്ക് മനസ്സിലായി. കാരണം ദൈവം പിണങ്ങിയ പ്രശ്നമാണ്. കൂടെ നിൽക്കുന്നവരാരൊക്കെ ഇട്ടിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ദൈവം പിണങ്ങിയ പ്രശ്നമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് അത് നന്നായിട്ട് അറിയാം, മറ്റാർക്കറിയുന്നതിനേക്കാൾ കൂടുതൽ. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ദൈവത്തോട് അത് സാധാരണ ഒരു പ്രാർത്ഥനയല്ല, അതൊരു ദൈവമുമ്പിലുള്ള എന്താ പറയേണ്ടത്, ഒരു ആഗ്വാദം പോലെ, അല്ലെങ്കിൽ ദൈവമുമ്പിലുള്ള ഒരു വലിയ മൽപ്പിടുത്തം പോലെ നമുക്കത് തോന്നും. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലാണ്. അപ്പം ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോവുക എന്ന് നീ എന്നോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ ആരെയാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്? കണ്ടോ, സത്യത്തിൽ ഈ മോശ ഇതിനൊന്നും താല്പര്യമില്ലാതെ അമ്മായിയപ്പൻ്റെ ആടുകളെയൊക്കെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ ദൈവമാണ് പിടിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹം അത് തന്നെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്, നീ എന്നോട് അരുളി ചെയ്തല്ലോ, അവിടുന്ന് എന്നോട് അരുളി ചെയ്തല്ലോ. കണ്ടോ, എൻ്റെ അമ്മാച്ചൻ പറഞ്ഞിട്ടല്ല ഞാൻ ഈ ജനത്തെ കൊണ്ട് ഇറങ്ങിയത്, എൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞിട്ടുമല്ല ഞാൻ ഈ ജനത്തെ കൊണ്ട് ഇറങ്ങിയത്, അവിടുന്ന് പറഞ്ഞിട്ടല്ലേ. ആ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം. ഈ ബൈബിളിലെ ഓരോ വാക്കുകൾക്കും ആഴമായ അർത്ഥമാണുള്ളത്. അപ്പം ശരിക്കും ദൈവം പറഞ്ഞതിനെ തിരിച്ച് ദൈവം മുമ്പിലേക്ക് കൊണ്ടുവന്നങ്ങ് വെക്കുകയാണ്. വെച്ചിട്ട് പറയുകയാണ്, അവിടുന്ന് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ. പക്ഷേ ആരെയാണ് എൻ്റെ കൂടെ അയക്കാൻ പോകുന്നത്? ഒന്ന്. രണ്ടാമത്തേത്, എന്നെ അടുത്തറിഞ്ഞ് കൃപ തോന്നിയിട്ടുണ്ടെന്ന് എന്നോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കണ്ടോ, എന്നോട് അരുളി ചെയ്ത വാക്കുകളുണ്ടല്ലോ. അതാ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ് വാഗ്ദത്ത വചനങ്ങൾ. ആ അരുളി ചെയ്തത് ദൈവം മുമ്പിൽ വീണ്ടും എടുത്തു പറഞ്ഞ് ശരിക്കും ദൈവത്തെ ഒന്ന് ഓർപ്പിക്കുന്നത് പോലെ, ദൈവത്തെ ഒരു സ്റ്റെപ്പ് വിടാൻ സമ്മതിക്കാതെ, ഇനി ഞാൻ അങ്ങയെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞതുപോലെ, അങ്ങനെയുള്ള മനോഹരമായ പ്രാർത്ഥനകൾ. അതൊരു പ്രത്യേക പ്രാർത്ഥനയാണ് ദൈവമക്കളെ. അതൊന്ന് പ്രാർത്ഥിച്ചൊന്ന് നോക്കണം. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിച്ച ധാരാളം ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും എൻ്റെ പ്രാർത്ഥനാ ജീവിതവും ഒക്കെ ഈ ആത്മീക വെളിപ്പാടുകൾ നമ്മളെ മാറ്റിമറിക്കുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയൊക്കെയുള്ള ദൈവഭക്തന്മാരുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് പറയുകയാണ്, അടുത്തറിഞ്ഞെന്നൊക്കെ പറഞ്ഞല്ലോ, എന്നോട് കൃപ തോന്നണമേ. ഉടനെ ദൈവം പറയുക, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. കണ്ടോ, അപ്പോൾ അത്രയും നേരം ദൈവം പറഞ്ഞില്ല ഞാൻ നിനക്ക് സ്വസ്ഥത തരുമെന്ന്, കൂടെ വരാമെന്നും പറഞ്ഞില്ല. പക്ഷേ പണ്ടത്തേതൊക്കെ ഒന്ന്, ദൈവം അരുളി ചെയ്തതൊക്കെ ഒന്ന് എടുത്തു വെച്ച് ദൈവം മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയെ തള്ളിക്കളയാൻ പറ്റിയില്ല. കാരണം ദൈവം പറഞ്ഞതിലാണ് ഇദ്ദേഹം പിടിച്ചത്, മനുഷ്യർ പറഞ്ഞതല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലുമൊക്കെ പോയി ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതല്ല പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. ദൈവം പറഞ്ഞതിനെ ദൈവം മുമ്പിലേക്ക് കൊണ്ടുപോയി ദൈവം മുമ്പിൽ പറയുകയാണ്. ഞാൻ ആ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വാഗ്ദത്ത പ്രാർത്ഥന ഒരപ്പനും മോനും പ്രാർത്ഥിച്ച 2 പ്രാർത്ഥനകളാണ്.
ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായ ദാവീദും ദാവീദിൻ്റെ മകനായ ശലോമോനും അവരുടെ ഒരു പ്രാർത്ഥനയാണ്. ഇതിൽ ദാവീദിൻ്റെ പ്രാർത്ഥന വളരെ ഒന്ന് ശ്രദ്ധിക്കണം. ദാവീദ് ദൈവം മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവമേ, നിൻ്റെ വാഗ്ദാന വചനങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കാൻ ധൈര്യം തരുന്നുവെന്നാണ്. പ്രാർത്ഥനയിൽ എനിക്ക് ധൈര്യം തരും. പ്രിയമുള്ളവരെ, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഈ വാഗ്ദത്ത വചനങ്ങൾ നമുക്ക് ധൈര്യം തരികയാണ്. എന്താണ് ആ പശ്ചാത്തലമെന്നറിയാം പറയാം. ഒരിക്കൽ പ്രവാചകനായ നാഥാനോട് ദൈവം ഈ ദാവീദ് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഈ കൊട്ടാരത്തിലൊക്കെ അല്ലെങ്കിൽ അരമനയിലൊക്കെ വസിക്കുക, ദൈവത്തിൻ്റെ പെട്ടകം തിരശ്ശീലയ്ക്കൊക്കെ തിരിക്കുക, അതിനെ എനിക്ക് മെച്ചമായ ഒരു സ്ഥലത്തേക്ക് എനിക്കൊന്ന് കൊണ്ടുപോകണം. നാഥാന് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ തന്നോട് അറിയിച്ചിട്ട് തൻ്റെ മോനെക്കുറിച്ചും തൻ്റെ രാജ്യത്തെക്കുറിച്ചും തൻ്റെ ഗൃഹത്തെക്കുറിച്ചും ഒക്കെയുള്ള ആലോചനകൾ തന്നോട് പറഞ്ഞു. അതൊന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിൻ്റെ രാജ്യത്വത്തെ സ്ഥിരമാക്കും, നിൻ്റെ ഗൃഹത്തെ ഞാൻ സ്ഥിരമാക്കും. ഈ കാര്യങ്ങളൊക്കെ ദൈവം തന്നിലൂടെ അങ്ങ് അരുളി ചെയ്തു. അപ്പം ഈ അരുളി ചെയ്തതിനെ വീണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് 1 ദിനവൃത്താന്തം 17-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ദൈവമേ, അരുളി ചെയ്തത് നിവർത്തിക്കണമേ. 2, അവിടുന്ന് അരുളി ചെയ്ത വചനങ്ങൾ, വാഗ്ദത്തങ്ങൾ എനിക്ക് ധൈര്യം പകരുന്നു. പ്രാർത്ഥിക്കാൻ എനിക്ക് ധൈര്യം പ്രാപിക്കും. അതായത് ആ വാക്കുകൾ എന്നെ ധൈര്യപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, പ്രശ്നങ്ങളിലൊക്കെ നമ്മളെ ധൈര്യപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. ദൈവത്തിൻ്റെ വാക്കുകളാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്. അരുളി ചെയ്തത് നിവർത്തിക്കുന്ന ദൈവം. അരുളി ചെയ്തത് നിവർത്തിക്കണമേ. 2, അതെനിക്ക് ധൈര്യം പകരുന്നു. കണ്ടോ? അപ്പോൾ ആ പ്രാർത്ഥനയിലും വാഗ്ദത്ത വചനങ്ങളെയും ഉരുവിട്ടുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. അടുത്തത് ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ഇതൊരു ഭയങ്കര പ്രാർത്ഥനയാണ്. ഈ അദ്ദേഹം വീഴ്ചയൊക്കെ സംഭവിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഭയങ്കരമായിരുന്നു. അതായത് യാഗപീഠത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് 5 മുഴം നീളവും 5 മുഴം വീതിയും 3 മുഴം ഉയരവുമുള്ള ഒരു താമ്ര പീഠത്തിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ നമ്മൾ ചെയ്യുന്നത് പോലെ സെറ്റിയിൽ ചാരി ഇരുന്നുള്ള പ്രാർത്ഥനയൊന്നുമല്ല. മുട്ടുകുത്തി കൈകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ദീർഘമായൊരു പ്രാർത്ഥനയാണ്. പക്ഷേ ആ പ്രാർത്ഥനകളിൽ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഭയങ്കരമാണ്. 2 ദിനവൃത്താന്തം 6-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ഒന്ന് അദ്ദേഹം പറയുകയാണ്, അപ്പനോട് ചെയ്ത വാഗ്ദാനം നിവർത്തിച്ചിരിക്കുന്നു. കണ്ടോ? വാഗ്ദാനം നിവർത്തിച്ചല്ലോ ദൈവമേ എന്നാണ്. എന്നെ ഈ സ്ഥലത്ത് എത്തിച്ചല്ലോ എന്നൊന്നുമല്ല അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അപ്പനോട് ചെയ്ത വാഗ്ദാനം നിവർത്തിച്ചല്ലോ. 2, അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തത് അവിടുന്ന് നിവർത്തിക്കണമേ. 17-ാമത്തെ വാക്യത്തിൽ എന്നെ ചിന്തിപ്പിച്ചൊരു വാക്യമുണ്ട്. എന്താണെന്നറിയാമോ? നിന്റെ ദാസനായ ദാവീദിനോട്, അല്ലെങ്കിൽ എൻ്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ ഒത്തുവരുമാറാകട്ടെ. ഒത്തുവരട്ടെ ദൈവമേ എന്നാണ്. കണ്ടോ? ആ പ്രാർത്ഥന കണ്ടോ? ഒന്ന് ഒത്തുവരണമേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആ ഭാഗം ഒന്ന് ധ്യാനിക്കുക. അതാ ഈ ചില ദൈവവചന ഭാഗങ്ങൾ നമ്മുടെ ഹൃദയത്തെ ചൂടാക്കും. അതാ കുറച്ച് മുമ്പ് ഞാൻ ആവർത്തിച്ച് പറയുക, ഈ ദൈവത്തെയൊക്കെ പിടിച്ചു നിർത്തുന്ന ഈ വാക്കുകൾ ഭയങ്കരമാണ്. അപ്പനോട് അരുളി ചെയ്തത് ഒത്തുവരുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, എത്ര പേര് പ്രാർത്ഥിക്കും, ദൈവമേ എന്നോട് അരുളി ചെയ്തതൊക്കെ ഒന്ന് ഒത്തുവരട്ടെ. ദൈവം പറഞ്ഞതാണെങ്കിൽ അത് ഒത്തുവരും. മനുഷ്യൻ്റെ വാക്കുകൾ പലതും ഒത്തുവരാതെയും ചേർന്ന് വരാതെയും ഒക്കെ ഇരിക്കുമ്പോൾ വെറുതെ ഇതൊക്കെ കേട്ട് മുന്നോട്ട് പോകുന്നവരല്ല. ഇങ്ങനെയൊക്കെ ദൈവം പറഞ്ഞത് മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ഈ ദൈവഭക്തന്മാരായ ദൈവമക്കൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവം പറയുന്ന ദൂതുകളും ദൈവം പറയുന്ന ആലോചനകളും ഈ വാഗ്ദത്തങ്ങളൊക്കെ പലതും ദൈവം നമുക്ക് തരുന്നത് നമ്മളെ ബലപ്പെടുത്താനും നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് ശക്തി പകരാനുമായിട്ടുമാണ്. ഞങ്ങളുടെ ചർച്ചിൽ സിബി, രാജി,
അലൻ മന്ന എന്ന് പറയുന്ന ഒരു കുടുംബമുണ്ട്. അവർ ഒരുപാട് തകർച്ചകളിൽ അവർ കർത്താവിനെ അറിഞ്ഞ് അവരുടെ ജീവിതത്തിൻ്റെ ഒന്നുമില്ലായ്മയിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് അവർ ഈ നാട്ടിൽ വന്ന് പാർത്തു. ഒരു വാടക വീടൊക്കെ എടുത്ത് കുഞ്ഞുങ്ങളെ സ്കൂളുകളിലൊക്കെ ചേർത്ത് അവരെ ഇവിടെയാക്കി. ഒറ്റ പ്രാർത്ഥനകൾ ഇവിടുത്തെ എല്ലാം പ്രാർത്ഥനയ്ക്ക് വരും. 2019 ഞാൻ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അന്ന് ദൈവം അവരോട് ഒരു ആലോചന പറഞ്ഞു. അവർക്ക് വീടില്ല, ഒരു വീട് ഒരു മനുഷ്യൻ്റെ ആഗ്രഹമാണല്ലോ, ഒരു വീട്. എനിക്കും അങ്ങ് സങ്കടമായിരുന്നു. ദൈവമേ, ഇവർ ഇവിടെ വന്നു, ഇവർ താമസിക്കുന്നു, കയ്യിലെങ്ങും അതിന് തക്കതായിട്ടൊന്നുമില്ല, ചെറിയ ജോലിയൊക്കെ ഉള്ളൂ. ദൈവം അവരോട് ഒരു ആലോചന പറഞ്ഞു. 5 സെൻറ്റ് സ്ഥലം, ഒറ്റ സ്ക്വയർ നിരപ്പായ സ്ഥലം, നിറയെ വെള്ളമുള്ള കിണർ, അവിടെ ദൈവം നിങ്ങൾക്കൊരു സ്ഥലവും വീടും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. 2019 ഈ ദൈവാലോചന പറയുന്നത്. 20 ആയി, 21 ആയി, 22 ആയി, 23 ആയി, 24 പാതിയോളമായി, ഒന്നും കാണാനില്ല. അനേക ദൈവദാസന്മാർ വന്ന് ദൈവത്തിൻ്റെ ആലോചനകൾ അവരോട് പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നൊന്നും കാണുന്നില്ല, കയ്യിലൊന്നുമില്ല. ഭയങ്കര നിരാശയിലേക്ക്. 2024 ഈ സഹോദരി കുടുംബവും 3 മാസങ്ങൾ നിരന്തരമായി ദൈവസന്നിധിയിൽ ഉപവസിച്ചു. 3 മാസത്തോളം, പൂർണ്ണമായിട്ടല്ല ഭാഗികമായിട്ട്. എന്തിനാണ് ഉപവസിച്ചത്? ദൈവം പറഞ്ഞ ആ വാക്കുകൾ ഒത്തുവരാനായിട്ടുള്ള ഉപവാസമായിരുന്നു. ആരോടും പറഞ്ഞില്ല, ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുണ്ടായിരുന്നു. പ്രിയരെ, സംഭവിച്ചത് എന്താണെന്നറിയാം? ഞങ്ങളൊരു 10-30 സ്ഥലങ്ങൾ കാണാനായിട്ട് പോയി. 30-35 സ്ഥലങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് പോയിട്ടുണ്ട്. ചിലയിടത്ത് വഴിയില്ല, ചിലയിടത്ത് അതിര് പ്രശ്നം, ചിലയിടത്ത് വെള്ളമില്ല. പക്ഷെ ഒടുവിൽ കറക്കി തിരിച്ച് ദൈവം ഞങ്ങളെ ആ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചു. ആ സ്ഥലം ദൈവം അവർക്ക് കൊടുത്തു. അതിമനോഹരമായൊരു വീട് അതിൻ്റെ അകത്ത് പണിതു. ഇപ്പോൾ ആ വീട്ടിൽ പ്രാർത്ഥനകൾ നടക്കും. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ദൂത് പറഞ്ഞത് നടന്നെന്നോ ഒന്നുമല്ല. അതൊക്കെ ദൈവം ചെയ്തതാണ്. ഞാനങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഈ ശലോമോൻ ദൈവത്തോട് പറഞ്ഞ കാര്യം ഒത്തുവരണമേ എന്നാണ്. ഈ പറഞ്ഞത് ഒന്ന്, ഒത്തുവരണേ ദൈവമേ. അപ്പം ദൈവം പറഞ്ഞത് ഒത്തുവരും. പക്ഷേ ഒത്തുവരണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവനും കുറച്ച് ആ കാര്യത്തിൻ്റെ അകത്ത് ഒരു വിശ്വാസവും തീവ്രതയും തീക്ഷ്ണതയൊക്കെ ഉണ്ടായിരുന്നു. ഈ വീഡിയോയുടെ 20ാമത്തെ മിനിറ്റ് ഞാൻ ഈ അനുഭവം പറഞ്ഞ എന്തിനാണെന്നറിയോ? ആദ്യം കയറി ഈ അനുഭവം പറഞ്ഞ ആൾക്കാർ പറയും പുള്ളിയുടെ ഉദ്ദേശം വേറെയാണ്. അതുകൊണ്ടാണ് 20ാമത്തെ മിനിറ്റിൽ ഈ കാര്യം പറഞ്ഞത്. അതായത് വീഡിയോ താല്പര്യത്തോടെ കാണുന്നവർ മാത്രമേ 20ാമത്തെ മിനിറ്റിലൊക്കെ കാണത്തുള്ളൂ. ഞാൻ അങ്ങനെയാണ് സാധാരണ വീഡിയോകളെല്ലാം ശ്രദ്ധിച്ചാൽ ഇല്ല, ഈ ഒരു മധ്യഭാഗം കഴിയുമ്പം അല്ലെങ്കിൽ ആ സമയങ്ങളിലുമൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് വരുന്നത്. ഇഷ്ടമല്ലാത്തവരല്ലേ, താല്പര്യമില്ലാത്തവരെ നമ്മൾ നിർബന്ധിച്ച് കാണാനുള്ളവരല്ല. ദൈവത്തിന് സ്തോത്രം. താല്പര്യത്തോടെ ദൈവജന ശുശ്രൂഷ ഇഷ്ടപ്പെടുന്നവർ ഇതൊക്കെ കേൾക്കട്ടെ എന്നുള്ളതാണ്. പിന്നെ ഈ കുറ്റം പറയാനും എതിര് പറയാനുമുള്ള ആളുകളൊന്നും അവസാനം വരെ ഇരിക്കത്തുമില്ല. ജസ്റ്റ് കയറിയിട്ട് അവരങ്ങ് പോത്തേ ഉള്ളൂ. പോട്ടെ, അതൊന്നും നമുക്ക് വിഷയമില്ല. ആരോടെങ്കിലുമൊക്കെ ദൈവം ഒന്ന് ഇടപെടട്ടെ. ആരെങ്കിലും ജീവിതത്തിൻ്റെ അകത്ത് ഇതൊന്ന് പ്രചോദനപരമായി മാറട്ടെ. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ദൈവം ചെയ്തു. ഒത്തുവന്നു ഇല്ലേ? ശലോമോൻ പറയുക, ഒത്തുവരാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇല്ലേ? അങ്ങനെ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. ഒത്തുവരണമേ എന്നുള്ളതാണ്. ഭയങ്കരമാണ് ആ വാക്കുകൾ. ഞാനൊരു 10 തവണയെങ്കിലും ഞാൻ ആ വാക്യം വായിച്ചിട്ട് ദൈവസന്നിധി പറഞ്ഞു, ദൈവമേ, പറഞ്ഞതൊക്കെ ഒന്ന് ഒത്തുവരുമാറാകട്ടെ. ദൈവം അങ്ങനെ തന്നെ ചെയ്യും. ദൈവം വാക്ക് പറഞ്ഞാൽ മാറില്ല. പക്ഷേ പ്രാർത്ഥന കുറയരുത്. അപ്പം ഇതാണ് പഴയ നിയമത്തിലെ 4 ഭക്തന്മാർ. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ ചില വാക്കുകളാണ്. ആ വാക്കുകൾ ഭയങ്കരമായ വാക്കുകളാണ്. അദ്രിയ കടൽ എന്ന് പറയുന്ന ആ കടലിൽ 10-14 ദിവസങ്ങളായി സൂര്യനെ കാണാനില്ല, ചന്ദ്രനെ കാണാനില്ല, രാവേതാ പകലേതാന്നറിയത്തില്ല. ഒരു കപ്പലിൽ 276ഓളം ആളുകൾ, കപ്പിത്താനുണ്ട്, എല്ലാ ആളുകളും ഉണ്ട്. പക്ഷേ കപ്പൽ നശിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ, ഈ കടലിൽ ഞങ്ങളെല്ലാം മുങ്ങിച്ചത്ത് തീരുമെന്നുള്ള പ്രതീക്ഷയിൽ നിരാശരായി ഭക്ഷണം കഴിക്കാതെ കപ്പലിലുണ്ടായിരുന്നതെല്ലാം എടുത്തു കളഞ്ഞ് കപ്പലിൻ്റെ പായും പോയി, കപ്പലിൻ്റെ പല ഭാഗങ്ങളെല്ലാം ഉടഞ്ഞ് ഏതാണ് ദിക്കെന്ന് പോലും അറിയാതെ ഇങ്ങനെ മരിച്ചിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ആ ഒരു നിലയിൽ മാനസികമായ സമ്മർദ്ദത്തിലും സംഘർഷത്തിലും ഇരിക്കുന്ന ഒരു കൂട്ടത്തോട് അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകളാണ്. അപ്പോസ്തല പ്രവൃത്തി 27
25 എന്നോട് ദൈവം അരുളി ചെയ്തത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടോ? അപ്പം ദൈവം അരുളി ചെയ്തതിനെ പ്രസ്താവിക്കുകയും അതിൽ ധൈര്യപ്പെടുകയും ചെയ്യുന്നൊരു ദൈവമനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. കുറച്ച് നാളുകൾക്ക് മുമ്പ് വചനം ഉരുവിട്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചാലെന്ന് പറയുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന അപ്പോസ്തല പ്രവൃത്തികളിൽ 1-ാം നൂറ്റാണ്ടിലെ സഭ അവരുടെ വലിയ പ്രശ്നത്തിൻ്റെ മുമ്പിൽ സങ്കീർത്തന ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങിയെന്നാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി വചനം ധൈര്യത്തോടെ പ്രസംഗിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്താണ് ആ സംഭവം എന്ന് പറയുന്നത്? 276 പേരും അല്ലെ 275 പേരോളം നിരാശരായി ഭാരപ്പെട്ടിരിക്കുമ്പോഴും ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നീ യെരുശലേമിൽ എന്നെ സാക്ഷിച്ചതുപോലെ റോമിലും സാക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ ആ പണ്ടത്തെ വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച പൗലോസ് തന്നോട് പറഞ്ഞ അരുളപ്പാടിനെ കാറ്റിൻ്റെയും കോളിൻ്റെയും മുമ്പിൽ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഉരുവിടുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്, എന്നോട് ദൈവം അരുളി ചെയ്തത് സംഭവിക്കും. ചിലരുടെയൊക്കെ തെറ്റായ തീരുമാനങ്ങളാണല്ലോ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. സമ്പാദിച്ച കഷ്ടങ്ങളില്ലേ, സമ്പാദിക്കുന്ന കഷ്ടങ്ങൾ, അതിനെക്കുറിച്ച് പണ്ട് നമ്മൾ ചിന്തിച്ചതാണ്. ഈ ചിലരൊന്നും ദൈവാലോചന ചോദിക്കാതെ അവരുടെയൊക്കെ ഇഷ്ടപ്രകാരം എടുത്ത തീരുമാനങ്ങളാണ് ആ കപ്പലിനെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ചിലരുടെ തീരുമാനങ്ങൾ കൊണ്ട് നിങ്ങൾ അവിടെ എത്തിയെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ, ദൈവശബ്ദം കേൾക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ, ചിലരൊക്കെ എടുത്ത തീരുമാനങ്ങൾ തെറ്റായിപ്പോയെങ്കിലും ദൈവം നിങ്ങളെ കൈവിടത്തില്ല, ദൈവം നമ്മളെ കൈവിടത്തില്ല. അവരുടെയൊക്കെ തീരുമാനങ്ങൾ കൊണ്ട് നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് പ്രാണഹാനി വരാതെ മെലീത്തയിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് അതിനപ്പുറത്തേക്ക് ആ തീരുമാനങ്ങൾ എടുത്തവരെ കൂടെ നിർത്താൻ തക്കവണ്ണം അവരെ കൂടെ അത്ഭുതപ്പെടുത്തുമാറ് നമ്മുടെ പക്ഷത്താക്കി നമ്മളുടെ കൂടെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെയൊക്കെ ഒന്ന് ധൈര്യപ്പെടുത്താനും പൗലോസ് അങ്ങനെയാണ് ചെയ്തത്. ധൈര്യത്തോടിരിക്കുക, ഇത് നിങ്ങൾക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഭക്ഷണമൊക്കെ എടുത്ത് സ്തോത്രം ചെയ്ത് അപ്പോൾ ഒക്കെ അവർക്ക് മുറിച്ച് നൽകുമ്പോൾ സത്യത്തിൽ ചിലരുടെ തീരുമാനങ്ങൾ കൊണ്ടാണ് ഈ സ്ഥലത്തേക്ക് എത്തിയതെങ്കിലും ഇദ്ദേഹത്തിലൂടെ മറ്റുള്ളവർ ദൈവം അരുളി ചെയ്തത് കേട്ടവനിലൂടെ മറ്റുള്ളവർ ധൈര്യപ്പെടുന്ന ഒരു പ്രത്യേകമായ കാഴ്ചകളാണ് നമ്മളവിടെ കാണുന്നത്, അല്ലെങ്കിൽ നമ്മളതിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. പ്രിയമുള്ളവരെ നോക്കിക്കേ, ഇപ്പോൾ കപ്പൽ ഉടഞ്ഞു, കപ്പൽ പോയി ഈ എമൊക്കെ ഇട്ട് 20 മാർ 15 മാറെന്നൊക്കെ കണ്ട് ഈ പടയാളികൾ ഈ ആൾക്കാർ ഓടിപ്പോകാതിരിക്കാൻ അവരെ കൊല്ലാമെന്നും ഒക്കെ തീരുമാനിച്ചിരിക്കുമ്പം പൗലോസ് പറയുകയാണ്, ഒരാളുടെ പോലും ജീവന് പ്രാണഹാനി വരുത്തത്തില്ല, എന്നോട് അരുളി ചെയ്തത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് എന്താ സംഭവിച്ചത്? കപ്പൽ കപ്പലിലുള്ളതെല്ലാം പോയി. നീന്തലറിയാവുന്നവർ നീന്തി ആ ദ്വീപിലേക്കെത്തി, മെലീത്ത എന്ന് പറയുന്ന ദ്വീപിലേക്കെത്തി. ചിലരൊക്കെ ചില പലകയിലൊക്കെ പിടിച്ചുകൊണ്ട് അക്കരെ കയറി. സാധാരണ ഒരു കപ്പൽ ഛേദമൊക്കെ വന്നാൽ രക്ഷപ്പെടുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, എത്രയോ ഇടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒത്തിരി കപ്പൽ ഛേദത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരെണ്ണത്തിൻ്റെ ജീവൻ പോലും പോകാതെ പലകയിലാണെങ്കിലും പിടിച്ച്, ഇല്ലേ, ലൈഫ് ജാക്കറ്റ് ഉണ്ടായിട്ട് പോലും എത്രയിടത്ത് ചാകുന്നു. അപ്പം പലകയിലാന്നേലും പിടിച്ച് മെലീത്തയിലെത്തുവാനും, മെലീത്തയിൽ പോയി തീ കൂട്ടിയപ്പം കയ്യെ കീറി അണലി കടിച്ചിട്ടും അവിടെ ചത്തു വീഴാതെ ഇരുന്നതും അരുളി ചെയ്ത വാഗ്ദത്തത്തിൽ ഉറച്ചതുകൊണ്ടും ആ വാഗ്ദത്തം ഉള്ളതുകൊണ്ടുമാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് യാത്ര ചെയ്യുവാൻ കഴിഞ്ഞതും ദൈവമഹത്വം ആ സ്ഥലങ്ങളിലൊക്കെ വെളിപ്പെട്ടതിൻ്റെയും കാരണം അരുളി ചെയ്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്ന ദൈവഭക്തനായ പൗലോസ്, അദ്ദേഹം ദൈവം പറഞ്ഞത് കേട്ട് അനുസരിച്ച് യാത്ര ചെയ്തതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് വിശ്വസിക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, വാഗ്ദത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ദൈവവചനം ധ്യാനിക്കുമ്പോൾ ഈ മനോരമയുടെ പത്രവും മാഗസിനുകളും ഒന്നും വായിക്കേണ്ടതുപോലെയല്ല വചനം വായിക്കേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ പേര് എന്നോട് ചോദിച്ചു, പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ദൈവവചനം ധ്യാനിക്കേണ്ടത്, 7 മാർഗങ്ങൾ. ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം.
ആവശ്യമുള്ളവർ കയറി കണ്ടുകൊള്ളുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വാഗ്ദത്തങ്ങളെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇല്ലേ പ്രാർത്ഥിക്കുക. ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഈ കാഷ്യൂവും കിസ്മിസും ഒക്കെ ചേർത്ത് മസാലകളും ഒക്കെ ചേർത്ത് അതിനെ മനോഹരമാക്കുന്നത് പോലെ പ്രാർത്ഥനകളെ ഇങ്ങനെയൊക്കെ ഒന്ന് മനോഹരമാക്കി ദൈവം പറഞ്ഞതിനെ തിരിച്ച് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുചെല്ലുന്ന ആ ഒരു രീതി ദൈവം അതിനെ വെറുക്കുന്നില്ല. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ ദൈവസന്നിധിയോട് ഞങ്ങൾ അടുത്ത് വരുന്നു. ഈ ദൈവജന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഏത് സാഹചര്യത്തിന് മുമ്പിലും പകച്ചു നിൽക്കാതെ ഞങ്ങളെ വിളിച്ചത് ദൈവമാണെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളോട് പറഞ്ഞത് മാറത്തില്ലെന്നും അത് ഒത്തുവരുമെന്നും വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുന്നു. അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. അങ്ങയുടെ ജനത്തെ ധൈര്യപ്പെടുത്തണമേ. അനേകരി ദിവസങ്ങളിൽ പ്രാർത്ഥനാ പോരാളികളായി മാറുവാൻ, ആഴമായ ദൈവജനത്തിങ്കിലേക്ക് അവരിറങ്ങുവാൻ, അവരൊക്കെയും വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ, കൃപയിൽ ശക്തിപ്പെടുവാൻ അങ്ങയുടെ മക്കൾക്ക് കൃപ നൽകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.